തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 57ആയി. 153 പേർ ചികിത്സയിലുണ്ട്. 20-ലധികം ആളുകൾ ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. കേസിൽ 2 പേരെ കൂടി CBCID അറസ്റ്റ് ചെയ്തു. മക്കൾ നീതിമയ്യം അധ്യക്ഷനും നടനുമായ കമലഹാസൻ ഇന്ന് കള്ളക്കുറിച്ചി സന്ദർശിച്ചു. മദ്യദുരന്തത്തിൽപ്പെട്ടവർ 4 ആശുപത്രികളിലായാണ് നിലവിൽ ചികിത്സയിലുള്ളത്. പുതുച്ചേരിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 5 പേർ ഇന്ന് ആശുപത്രി വിട്ടു. മരിച്ചവരിൽ ഭൂരിഭാഗം പേരും കരുണാപുരത്തു നിന്നുള്ളവരാണ്. കേസിൽ 2 പേരെ കൂടി CBCID സംഘം ഇന്ന് അറസ്റ്റ് ചെയ്തു. മെത്തനോൾ എത്തിച്ച മാതേഷിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പൻറൂട്ടിയിലെ ജ്യോതി ചിപ്സ് എന്ന സ്ഥാപനം നടത്തുന്ന ശക്തിവേൽ, ചെന്നൈ MGR നഗറിലെ ശിവകുമാർ എന്നിവരാണ് പിടിയിലായത്. ശക്തിവേലിന്റെ GST നമ്പർ ഉപയോഗിച്ചാണ് മാതേഷ് മിനറൽ ടർപ്പന്റൈൻ ഓയിൽ വാങ്ങിയത്. ഇയാളുടെ സുഹൃത്ത് കണ്ണൻ നേരത്തെ അറസ്റ്റിലായിരുന്നു. ചെന്നൈയിൽ പിടിയിലായ ശിവകുമാർ മെത്തനോൾ മൊത്തക്കച്ചവടക്കാരനാണ്. ഇന്ന് രാവിലെയാണ് ചെന്നൈയിൽ നിന്നും ഇയാളെ പിടികൂടിയത്. മക്കൾ നീതിമയ്യം അധ്യക്ഷനും നടനുമായ കമൽഹാസൻ ഇന്ന് കള്ളക്കുറിച്ചി സന്ദർശിച്ചു. സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരെയാണ് കമൽ കണ്ടത്. മദ്യം കഴിക്കരുതെന്ന് പറയാൻ കഴിയില്ലെന്നും അമിതമായി കഴിക്കരുതെന്നേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂവെന്നും കമൽഹാസൻ പറഞ്ഞു. ദുരന്തം സർക്കാരിനെതിരെ കാര്യമായി പ്രചരിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം. നിയമസഭയിൽ നിന്നും കഴിഞ്ഞ 2 ദിവസവും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. സമ്മേളനം നാളെ ചേരുമ്പോൾ ശക്തമായ പ്രതിഷേധമുയർത്താനാണ് അണ്ണാ DMKയുടെ തീരുമാനം. 24 ചെന്നൈ.